ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ഈ ഓണക്കാലം അലിജാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂമിനോടൊപ്പം ആഘോഷിക്കൂ. 2 ഗ്രാമിന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് നോൺ സ്റ്റിക് തവ, 1/2 പവന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പ്രഷർ കുക്കർ, 1 പവന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് മിക്സി. തിരുവല്ലി പഞ്ചായത്തിലെ നടുവത്ത് കൂറ്റമ്പാറയിൽ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവേ നടത്തി. DPR തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് സ്ഥലത്ത് സാറ്റലൈറ്റ് സർവേ നടത്തിയത്. 2023 നവംബർ 30 വണ്ടൂരിൽ നടന്ന നവകേരള സദസ്സിൽ നടുവത്ത് കൂറ്റൻപാറ പ്രദേശം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട പഞ്ചായത്ത് അംഗം KP ഭാസ്കരൻ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ 7 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ടൂറിസം വകുപ്പ്, DTPC എന്നിവയുടെ ഉന്നത ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അധികൃതർ എന്നിവർ പങ്കെടുത്തുകൊണ്ട് യോഗം ചേരുകയുണ്ടായി. ഈ യോഗത്തിലാണ് DPR തയ്യാറാക്കുന്നതിന് തീരുമാനമായത്. കഴിഞ്ഞ ദിവസം ടൂറിസം എംപാനൽ എഞ്ചിനീയർ PC റഷീദ്, മലപ്പുറം DTPC ഇൻഫർമേഷൻ അസിസ്റ്റന്റ് K വരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. ഇതിന് തുടർച്ചയായി DPR തയ്യാറാക്കുന്നതിനായാണ് സർവേ നടത്തുന്നത്. നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടുവത്ത് കൂറ്റമ്പാറ പ്രദേശം ടൂറിസം മേഖലയെ സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ടൂറിസം വകുപ്പിൻ്റെ എംപാനൽ എഞ്ചിനീയർ, അതുപോലെ DTPCയുടെ ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ DPR തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായാണ് അവർ വന്നിരുന്നത്. ഇപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം ശ്രീ P പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ സാറ്റലൈറ്റ് സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ DPR തയ്യാറാക്കി അനന്തര നടപടികൾ സ്വീകരിക്കും. 7 കോടി രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി അനുവദിച്ചത്. തിരുവാലി വില്ലേജിൽപ്പെട്ട 16 ഏക്കറോളം വരുന്ന സ്ഥലത്ത് 16 ഏക്കറും പൂർണ്ണമായും കരിങ്കൽ പാറയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കാലങ്ങളോളം കരിങ്കൽ ഖനനം നടത്തിയിരുന്നു. പിന്നീട് ഇത് ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ ഇവിടെ രൂപപ്പെട്ട തടാകങ്ങൾ ബന്ധപ്പെടുത്തി ബോട്ട് സർവീസ്, വാട്ടർ സ്പോർട്സ് എന്നിവ നടത്തുന്നതിന് ഉപയുക്തമാണ്. കൂടാതെ സ്ഥലത്ത് ഖനനം മൂലം മുനമ്പ് പോലുള്ള പാറക്കൂട്ടങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച റോപ്പ് ക്ലൈംബിംഗ്, ആകാശ സൈക്ലിംഗ്, വ്യൂ പോയിന്റ്, ഊഞ്ഞാൽ, പാറയ്ക്ക് ചുറ്റുമുള്ള കരഭൂമി ഉപയോഗപ്പെടുത്തി പാർക്ക്, കുട്ടികളുടെ ട്രെയിൻ സർവീസ് എന്നിവയും നടപ്പാക്കുന്നതിന് സാധ്യമാകും. പാറക്കൂട്ടങ്ങൾക്ക് ചുറ്റുമുള്ള കരഭൂമിയിൽ രൂപപ്പെട്ട കാട്ടിലെ ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രം അതേപോലെ നിലനിർത്തുന്നത് സഞ്ചാരികളെ ആകർഷിക്കും. തടാകങ്ങളെ ഉപയോഗപ്പെടുത്തി ഹാച്ചറീസ് കേന്ദ്രവും സ്ഥാപിക്കാം. അതോടൊപ്പം പഠന കേന്ദ്രങ്ങൾ, ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെയും പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണവും വിൽപ്പനശാലകളും എന്നിവയും ഇവിടെ സാധ്യമാകും. പരിശോധനാ സംഘത്തോടൊപ്പം തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാമൻകുട്ടി, പഞ്ചായത്ത് അംഗം KP ഭാസ്കരൻ, M രാജഗോപാലൻ എന്നിവരുമുണ്ടായിരുന്നു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഓഗസ്റ്റ് 23 കോഴിക്കോട്, ഇനി വണ്ടൂരിൽ. കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ്. ഒറിജിനൽ റോസ് കൈമ അരി കൊണ്ടുള്ള വിവിധ ഇനം കോഴിക്കോടൻ ബീഫ്, ചിക്കൻ, മട്ടൻ ബിരിയാണികൾ. ഇനി എല്ലാം വേറിട്ട രുചിയിൽ. ബ്രീസ് റെസ്റ്റോറന്റ്, കാളികാവ് റോഡ്, വണ്ടൂർ.